വിഭജികയുടെ വിയോഗത്തിന് ശേഷം അടുത്ത ഒരു മോളും കൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു. അതുല്യ. അതും കണ്ണീരിൻ്റെ ഓർമ്മയായിട്ട് മാറുകയാണ്. ഷാർജയിൽ വെച്ച് ആത്മഹത്യ ചെയ്തെന്ന് പറയപ്പെടുന്നു. ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യം. കാരണം അതിൻ്റെ ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ പുറത്ത് സതീഷ് അവൻ്റെ രൂപവും ഭാവമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു മിനിറ്റും അവന് ബോധമില്ല. അവിടെ അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സൊക്കെ ഇന്നലെ ടി വിയിൽ ചാനലുകളിലെല്ലാം കാണിച്ചു. കണ്ടാൽ തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അവൻ്റെ രൂപം കണ്ടാൽ. തലയൊക്കെ മുട്ടയടിച്ച് അവനിങ്ങനെ നീക്കിയ ഉടുപ്പൊന്നും ഇല്ലാതെ അവൻ നിന്നിട്ട് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത് മുഴുവൻ. അതിനെ അടിക്കുന്നത് കാണുന്നു, മർദ്ദിക്കുന്നു. ഇതിൻ്റെ ഒരു മകള് അത് നാട്ടിലാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ആ കുഞ്ഞിൻ്റെ മുമ്പ് വെച്ച് ഈ പെൺകുട്ടിയെ അതിലെ ഇവൻ ഒരുപാട് മർദ്ദിക്കുന്നത് കാരണം, അടിക്കുന്നത് കാരണം ആ കുട്ടിക്ക് ഭയമാണ് ഇവനെ. അങ്ങോട്ട് അതുകൊണ്ട് അവൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ല. അത് അതിൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മയും കൂടെ താമസിക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഇങ്ങനെയുള്ളവന്മാരുണ്ടല്ലോ, ഇതേപോലെ ബോധം കെട്ടവന്മാർ കൂടെ ഇത് എന്നിട്ട് ഇവന് രക്ഷപ്പെടാനും ഈ പെൺകുട്ടി രക്ഷപ്പെടാനും അവിടെ നിന്ന് വരാൻ സമ്മതിക്കുകയല്ല. ഒരു മാർഗവും ഇല്ലായിരുന്നു. അതിനെ ഒരു ക്യാപ്റ്റിവിറ്റിയിൽ അതിനെ ഇട്ടിട്ട്, അതായത് അവൻ്റെ കസ്റ്റഡിയിലാണ് ഇട്ടിട്ട് അവിടെ ഇട്ട് അതിനെ ഉപദ്രവിക്കുകയാണ്. ഇതവനെ അടിച്ചു കൊന്നതാവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അവനെതിരെ ശക്തമായ നടപടികളാണ് വേണ്ടത്. കാരണം ഇതുപോലൊരു ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്കയായ ആ പെൺകുട്ടി അതിദാരുണമായിട്ട് മരിക്കല്ലേ അവസാനം. അത് എന്തോ ആയാലും ശരി. മാത്രമല്ല, സ്ത്രീധനം എത്ര കൊടുത്താലും മതിയാവത്തില്ലെന്നാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത്. ഇവൻ എന്തൊക്കെ കൊടുത്താലും മതിയാവത്തില്ല. എങ്ങനെ മതിയാവാനാണ്? അവന് മദ്യപിച്ചിട്ട് അല്ലാതെ അവന് സമയം വേറെ ഇല്ലല്ലോ. അതാണല്ലോ അവൻ്റെ ജോലി. അവന് ബോധമുള്ളവനല്ല. ഇവൻ്റെ കൂടെയൊക്കെ എങ്ങനെ താമസിക്കും? ആ കുട്ടി എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. വളരെയേറെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ. അതിൻ്റെ ആ വിഷ്വൽസ് കാണുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയൊക്കെ വളരെ വല്ലാതെ നമ്മൾ പിടിച്ചൊലയ്ക്കും. എനിക്കും 2 പെൺമക്കളുള്ളതാണ്. അതുകൊണ്ട് ഇത് കണ്ടാൽ ചിന്തിച്ചു പോകുന്നത് എൻ്റെ മക്കളെ പോലെ നമുക്കങ്ങ് തോന്നിപ്പോകും. അത് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കഷ്ടമാണ് ആ കുട്ടി അനുഭവിച്ചതെന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ആരും മാത്രം ഇവിടെ നമ്മുടെ നാട്ടിലല്ലല്ലോ, വിദേശത്തല്ലേ, ഷാർജയിലല്ലേ. അവിടെ യവൻ്റെ മാത്രം കസ്റ്റഡിയിൽ യവനങ്ങ് ഉപദ്രവിക്കല്ലേ എപ്പോഴും നടന്ന് അതിനെ. അതാണ് അവൻ ചോദ്യം ചെയ്യുന്നതൊക്കെ കാണണം. എന്നിട്ട് അവനൊരു വല്ലാത്ത ചിരിയോടുകൂടിയാണ് ചെയ്യുന്നത്. ഭീകരതയാണ് അവൻ്റെ മുഖത്തുനിന്ന് കാണുന്നത്. ആ കുട്ടി എന്തുമാത്രം ഭയപ്പെട്ടിരിക്കും. അത് ഓരോ നിമിഷവും അതിൻ്റെ ജീവിതം തള്ളി നീക്കിയത് ഭയപ്പാടോടുകൂടിയല്ലേ. എപ്പോൾ കൊല്ലപ്പെടും എന്നുള്ളത് ആലോചിച്ചല്ലേ അത് പോയിക്കൊണ്ടിരുന്നത്. അവസാനം അത് തൂങ്ങി മരിച്ചത്രേ. തൂങ്ങി മരണമാണോ അത് കൊലപാതകമാണോ എന്നുള്ളതിന് തെളിവുകൾ വേറെ വേണ്ടി വരും. ഏതായാലും ശരി, അത് ഡവറി ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ വരും. ഇത് അൺനാച്ചുറൽ ഡെത്താണ്, ഒരു നാച്ചുറൽ ഡെത്ത് അല്ലല്ലോ. അപ്പോൾ അത് ആത്മഹത്യ ചെയ്താൽ പോലും അത് അൺനാച്ചുറൽ ഡെത്താണ്. ഭർത്താവിൻ്റെ വീട്ടിലാണ്. കാരണം അവൻ്റെ അവിടാണ്. അപ്പോൾ അവന് എതിരെ ഏതായാലും നല്ല ഒഫൻസ് ഉണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകമാണെങ്കിൽ ഇതേതായാലും ഇതിനൊക്കെ ശരിയായ നടപടി വേണം. പിന്നെ വേറെ ആളുകൾ ചിന്തിക്കേണ്ടതെന്നറിയോ? ഇപ്പം മോളെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവസ്ഥ അത് മനസ്സിലാക്കി മോശമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയുണ്ടല്ലോ, ആ കുട്ടി ഇങ്ങ് തിരിച്ചെടുക്കണം. എടുത്തിട്ട് അതിലുണ്ടായ നഷ്ടങ്ങളൊക്കെ പോട്ടെന്ന് നോക്കണം. അല്ലാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, എല്ലാം കെട്ടിച്ചു വിട്ടത് കൊടുത്തതൊക്കെ പോട്ടെന്ന് വെക്കണം. ആ ജീവൻ്റെ വിലയാവത്തില്ലല്ലോ അത്. ഏതായാലും അതാണ് ആളുകൾ ചിന്തിക്കേണ്ടത്. അവിടെ ആളുകളെല്ലാം അവിടെ നിശബ്ദരാകും. ഇവൻ്റെ കൂടി ഈ കുട്ടി എങ്ങനെ പോയി എന്നുള്ളത് പോലും എനിക്ക് അതിശയമാണ്. കാരണം ഇതേപോലുള്ള ഒരു ഭീകര രൂപത്തോടൊപ്പം എങ്ങനെ ആ കുട്ടി പോകാൻ തയ്യാറായി എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പക്ഷെ അതിനെ അവസാനം അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. അവൻ അയക്കുന്നില്ല, മാർഗമില്ല. ആ രീതിയിൽ അത് കഴിഞ്ഞു. അതിനെ അത് അത്രത്തോളം ഹരാസ് ചെയ്ത് ഇവൻ അത് കൊലപ്പെടുത്തിയതാണോ അതോ ഇത് ആത്മഹത്യ ചെയ്തതാണോ അറിയാൻ പാടില്ല. ഏതായാലും ശരി,
അവൻ്റെ പേരിൽ ശക്തമായ നടപടി വേണം. കാരണം ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് വെച്ച് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ പോലും അത് നമ്മുടെ രാജ്യത്ത് വെച്ച് കമ്മിറ്റ് ചെയ്തതായിട്ട് കണക്കാക്കണം. യവനെ ഉണ്ടല്ലോ അവിടുന്ന് വരുത്തണം. യവൻ എവിടെ ഇന്ത്യയിൽ എവിടെ കാലുകുത്തിയാലും ആദ്യം അവൻ എവിടെ വരുന്നത് അവിടെ ജൂറിസ്ഡിക്ഷനുണ്ട് എപ്പോഴും. അപ്പോൾ അവനെ കൊണ്ടുവരാനുള്ള നടപടി നിർബന്ധമായിട്ടും നമ്മുടെ സർക്കാർ സ്വീകരിക്കണം. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിക്കണം. അവനെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. എങ്ങനെയായാലും ഏത് വിധത്തിലായാലും അവനെ വരുത്തി അവൻ്റെ പേരിൽ ശക്തമായ നടപടിയെടുക്കണം. ഇങ്ങനെയുള്ളവനൊന്നും ജീവിച്ചിരിക്കാൻ അർഹനല്ല. ഇത് ആളുകൾ തിരിച്ചറിയണം.